പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പങ്കുവയ്ക്കുന്നത് നിയമമണ്ഡലത്തിലെ വിശേഷങ്ങളാണ്. നിയമമണ്ഡലം എന്ന് പറയുമ്പോൾ തിരുവനന്തപുരത്തിൻ്റെ ഹൃദയഭാഗം എല്ലാം ഉൾപ്പെടുന്ന ഒരു പ്രദേശമാണ് നിയമമണ്ഡലം. നിയമമണ്ഡലത്തിൽ മത്സരിക്കുന്നത് നമ്മുടെ തൊഴിൽ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി സിറ്റിംഗ് MLA കൂടിയായ സഖാവ് വി ശിവൻകുട്ടി, BJPയുടെ സംസ്ഥാന അധ്യക്ഷനായ രാജീവ് ചന്ദ്രശേഖർ, കോൺഗ്രസിൻ്റെ നല്ലൊരു നേതാവായ യുവത്വത്തിൻ്റെ പ്രതീകം എന്ന് തന്നെ പറയാം ശബരിനാഥ്. ഇവർ മൂന്നുപേരുമാണ് മത്സരിക്കുന്നത്. വളരെ ശക്തമായ മത്സരം നടക്കുന്ന ഇലക്ഷൻ്റെ തന്നെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ, തെരഞ്ഞെടുപ്പിൻ്റെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ത്രികോണ മത്സരം അത് നടക്കുന്ന ഒരു സ്ഥലമാണ് നിയമമണ്ഡലം. പൊതുവെ നമ്മുടെ ശിവൻകുട്ടിയെക്കുറിച്ച് ആദ്യം ചില കാര്യങ്ങൾ പറയുകയാണ്. നമ്മുടെ മെയിൻ സ്ഥാനാർത്ഥി ശിവൻകുട്ടിയാണ്. മെയിൻ എന്ന് പറയാൻ പറ്റില്ല, എല്ലാവരും മെയിനാണ്. ശിവൻകുട്ടിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം വിദ്യാഭ്യാസമില്ലാത്ത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി എന്നാണ് പലരും അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നത്. പക്ഷെ അത് ശരിയല്ല. കാരണം ഞാനിത് നന്നായി പരിശോധിച്ചതാണ്. അദ്ദേഹം നമ്മുടെ ചെമ്പഴന്തി SN കോളേജിൽ നിന്ന് ബിരുദം നേടിയ ഒരു വ്യക്തിയാണ്. അതോടൊപ്പം തന്നെ തിരുവനന്തപുരം ലോ അക്കാഡമിയിൽ നിന്ന് LLB ബിരുദവും കൂടി നേടിയ ആളാണ്. പിന്നെ മറ്റൊരു സത്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ A റഹീം, അദ്ദേഹം PhDയും പിന്നെ അതുപോലെ തന്നെ LLB ഒക്കെ എടുത്ത വ്യക്തിയാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഇംഗ്ലീഷൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ ഓടിപ്പോവുകയാണ് ചെയ്യുന്നത്, ഞെട്ടിപ്പോകുന്നു. അതുപോലത്തെ പ്രശ്നം ചിലപ്പോൾ വിദ്യാഭ്യാസം ഉണ്ടെങ്കിലും ശിവൻകുട്ടിക്കും സംഭവിച്ചേക്കേ. പക്ഷേ വിദ്യാഭ്യാസം ഇല്ലാത്ത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി എന്ന് പറയുന്നത് തെറ്റാണ്. എല്ലാം നമ്മൾ നെഗറ്റീവ് കാര്യം മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല, പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളും അതിൻ്റെ കൂടെ കൂട്ടിച്ചേർക്കേണ്ടതാണ്. പിന്നെ നമുക്ക് പറയാനുള്ളത് രാജീവ് ചന്ദ്രശേഖറിനെ കുറിച്ചാണ്. രാജീവ് ചന്ദ്രശേഖർ വന്നതിന് ശേഷം BJPക്ക് സംസ്ഥാനത്തുടനീളം ഒരു പുത്തൻ ഉണർവ് തന്നെ ഉണ്ടായിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ വളരെ മെച്ചപ്പെട്ട രീതിയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ശബരിനാഥ് നേരത്തെ ഒരു വളരെ എക്സ്പീരിയൻസ് ഉള്ള ആളാണ്. മുതിർന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തകനായ അല്ലെങ്കിൽ മന്ത്രിയും MLA ഒക്കെ ആയിരുന്ന G കാർത്തികേയൻ അദ്ദേഹത്തിൻ്റെ മകനാണ്. വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിലും അദ്ദേഹം ഒട്ടും പുറകിലോട്ടല്ല. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിന് ഒരു പ്രത്യേക സവിശേഷത എനിക്ക് കാണാൻ കഴിയുന്നുണ്ട്. ആദ്യം അതിൻ്റെ ഒരു ഫലത്തിലേക്ക് പോകുന്നതിന് മുമ്പായി ഒരു പ്രധാനപ്പെട്ട കാര്യം, ശബരിനാഥ് നേമത്ത് വിജയിച്ചു കഴിഞ്ഞാൽ അതിലൂടെ BJPക്ക് ഒരു വലിയ നേട്ടമുണ്ട്. കാരണം ഈ കവടിയാർ വാർഡിലെ കൗൺസിലറാണ് നിലവിൽ ശബരിനാഥ്. അദ്ദേഹം ജയിച്ചു കഴിഞ്ഞാൽ അവിടെ ഒരു ഒഴിവ് വരികയും ആ കൗൺസിലർ സ്ഥാനത്തേക്ക് മിക്കവാറും BJPയുടെ ഒരു കാൻഡിഡേറ്റ് ജയിക്കാനും സാധ്യതയുണ്ട്. അപ്പോൾ BJPയെ സംബന്ധിച്ചിടത്തോളം കോർപ്പറേഷനിലെ ഒരു അംഗബലം കൂടും എന്നുള്ള കാര്യം ഉറപ്പാണ് അങ്ങനെ ജയിക്കുകയാണെങ്കിൽ. എന്നാൽ രാജീവ് ചന്ദ്രശേഖറാണ് ജയിച്ചു കഴിഞ്ഞാൽ BJPയെ സംബന്ധിച്ചിടത്തോളം BJPക്ക് നിയമസഭയിലേക്ക് ഒരു MLA ആകും.